ഇടുക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിലേക്കുള്ള ഇരുമ്പ് ചട്ടികൾ എങ്ങനെ സീസൺ ചെയ്യാം, എങ്ങനെ മയപ്പെടുത്തി എടുക്കാമെന്നുള്ള വീഡിയോ കൊണ്ടാണ്. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഞാനിത് കാണിച്ചു തരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നമ്മളുടെ പാത്രം. ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പച്ചട്ടിയാണ്. നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി, നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പക്ഷെ ഇത് മയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിത് മയപ്പെടുത്തി എടുത്ത് വയ്ക്കാമല്ലോ. ഇതുപോലെ മൂടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ വിശദ വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് കാണാം വീഡിയോ. ഇതാണ് നമ്മളുടെ അപ്പച്ചട്ടി. സീസണൊന്നും ചെയ്തിട്ടില്ല. കിട്ടിയപ്പം ഈ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഇരുന്നിരുന്നത്. ചെളിയും അഴുക്കും അതിൻ്റെ ആ ഒരു ഇരുമ്പിൻ്റെ അംശങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ അപ്പച്ചട്ടി നമ്മളുടെ അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. കണ്ട അഴുക്കുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം സോപ്പ് ഓയിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. ഞാനിവിടെ പ്രില്ലാണ് ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ആദ്യത്തെ ആ ഒരു ഇരുമ്പിൻ്റെ അംശങ്ങളൊക്കെ നമുക്കൊന്ന് കഴുകിക്കളയാം. പിന്നെ നിങ്ങൾ സ്ക്രബ്ബർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലത്തെ സ്ക്രബ്ബർ എടുക്കണം കേട്ടോ. ഇരുമ്പിൻ്റെ ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് ഇരുമ്പിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ സ്ക്രബ്ബർ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഇതുപോലത്തേതോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ചകിരി ഉണ്ടെങ്കിൽ ചകിരിയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരു സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാവേ. കണ്ടോ, ഇത്രയും മതി, ഒരു 2 ടേബിൾ സ്പൂൺ മതി. ഇനി നമുക്ക് അങ്ങോട്ട് തേച്ച് കളയാം. ആ വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോൾ വേഗം തന്നെ ഇളകി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വിനാഗിരിയും കൂടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ അടപ്പും കൂടി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ ഒരു പാത്രം വാങ്ങിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ലിഡും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആവും. കാരണം അപ്പോൾ എന്തായാലും അടച്ചു വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് വേറെ പാത്രമൊന്നും തപ്പിപ്പോവണ്ട. ഈ ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാവേ. അപ്പം ഞാനിവിടെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പം നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ഗ്രീസി ആയിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് പ്രോസസ്സ് കൂടി ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇനി ഞാനിത് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു സവോള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് തേച്ച് കൊടുത്താൽ മതിയാകും. ചെറുതായിട്ട് ചട്ടി ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കണ്ടോ, അതിനകത്തുള്ള കറവലൊക്കെ നമുക്ക് വേഗത്തിലങ്ങ് റിമൂവ് ആക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുമ്പം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് കുറച്ച് വാളംപുളിയാണ് കേട്ടോ. ഞാനിവിടെ നമ്മളുടെ ആ ഒരു അപ്പച്ചട്ടിയിലേക്ക് കുറച്ച് വാളംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു അളവിൽ മതിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ആ ഒരു പാത്രം നികപ്പ് നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിനകത്തേക്ക് ചേർക്കേണ്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ചായപ്പൊടി ഉണ്ടല്ലോ, ചായപ്പൊടിയാണേ നമ്മൾ ഉപയോഗിക്കുന്ന. നല്ല ഹെൽപ്പാണ് കേട്ടോ നമ്മളുടെ ആ ഇരുമ്പ് പാത്രം മയക്കാനായിട്ട്. നന്നായിട്ട് വേഗം തന്നെ നമുക്ക് മയക്കിയെടുക്കാം ചായപ്പൊടി ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചായപ്പൊടി, ഒരു 2 ടീസ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഇരുമ്പ് പാത്രം വലുതാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ആ ഒരു വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഈ ചായപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അത് നികപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളുടെ ഗ്യാസിലിരുന്ന് ഒരു 10-20 മിനിറ്റ് എടുക്കും കേട്ടോ ഇതൊന്ന് തിളച്ച് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. തിളപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇരുമ്പിൻ്റെ അംശവും ഒക്കെ പോകാനായിട്ടൊക്കെ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഹെൽപ്ഫുള്ളാവും. കണ്ടോ, ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ തിളപ്പിച്ച് മാറ്റണേ. ഇപ്പോൾ ഇവിടെ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഒരു കറുത്ത കളറിലേക്ക് ആ ഒരു സൈഡ് വശത്ത് നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇളകിയൊക്കെ പോകുന്ന കാണാനായിട്ട് പറ്റും. കണ്ടോ, കറുത്ത കളറിലാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ അറിയാത്തില്ലാത്തവർ ഒരുപാട് പേര് കാണും. അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത് കേട്ടോ.
കുറച്ച് കമൻസൊക്കെ എനിക്ക് വരുന്നുണ്ട് ഞാനിടുന്ന വീഡിയോസിനൊക്കെ. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്തെടുക്കാവേ. 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. നമുക്ക് ആ സോപ്പ് ഓയിൽ ഉപയോഗിച്ച് തന്നെ ഒന്നും കൂടി വാഷ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും അതിലേക്ക് കുറച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഫ്ലെയിം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിലും കൂടി എടുത്ത് ഒഴിച്ചതിന് ശേഷം ഒരു സവാള ഉപയോഗിച്ച് തന്നെ വീണ്ടും റബ്ബ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. ഇരുമ്പ് ചട്ടിക്ക് കുറച്ചും കൂടി നല്ലത് നല്ലെണ്ണയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ നല്ലെണ്ണയിലാണിത് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് ഒരു സവാള ഉപയോഗിച്ച് നമുക്കത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം, റബ്ബ് ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്കിത് അന്ന് തന്നെ ഞാൻ ഉപയോഗിച്ചു കേട്ടോ. എനിക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ എനിക്ക് ഈ ചട്ടി ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ അടപ്പിലും കൂടി നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് വെച്ചിട്ടാണല്ലോ മൂടിയൊക്കെ വെക്കുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ മയപ്പെടാതെ പോകും. അതിൻ്റെ ആ ഒരു ആവി വെള്ളമൊക്കെ തട്ടുമ്പോഴത്തേനും നമ്മളുടെ അപ്പമൊക്കെ മോശമായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മയപ്പെടുത്തി എടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ലിഡും കൂടി ഇതുപോലെ വൃത്തിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ലിഡിലും നല്ല അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വാങ്ങിക്കുമ്പോൾ മനസ്സിലാവും. നമ്മളതൊന്ന് മയപ്പെടുത്തി എടുക്കുക തന്നെ ചെയ്യണം. വാഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് പൊടിയാണ്, മാവ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് പൊടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മളുടെ വീടുകളിൽ കുറച്ച് പഴകിയ പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൈദയാണ്, മൈദാമാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം. ഇഷ്ടമുള്ള പൊടി ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ട് ചൂടായിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്ന പൊടിയുടെ അളവെന്ന് പറയുന്നത് ആ പാത്രത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വറക്കാൻ ആവശ്യമായിട്ടുള്ള പൊടി അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കണം ആ പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമുക്ക് വറുത്ത് മാറ്റാം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ആകത്തക്ക രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു കളർ ചേഞ്ച് മതിയാകും. വാഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലേക്കായിട്ടുണ്ട് നമ്മളുടെ പാത്രം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മയങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നൊരു മെത്തേഡാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. ഞാൻ അന്ന് തന്നെ അതിനകത്ത് അപ്പമൊക്കെ ഉണ്ടാക്കി നല്ല ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇരുമ്പ് പാത്രങ്ങൾ കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇരുമ്പ് പാത്രം നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വെള്ളമയം എല്ലാം കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ഗ്യാസ് സ്റ്റൗ വെച്ചൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഓയിൽ തടവി വെക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ പാത്രം സംരക്ഷിക്കും കേട്ടോ. നല്ല തുരുമ്പിൻ്റെ അംശമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നല്ല വീഡിയോകളും വ്ളോഗുകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.